മാം ആ ഗോൾഡൊക്കെ എനിക്ക് കിട്ടിയതല്ലേ? അതായത് പെണ്ണിൻ്റെ വീട്ടുകാർ പെണ്ണിന് കൊടുത്തിരിക്കുന്ന സ്വർണം എന്ന് പറയുന്നതിൻ്റെ മേലിൽ നാട്ടുനടപ്പിൻ്റെ പേരിലും ബാക്കി എല്ലാത്തിലും പറയണം ആ ഗോൾഡല്ല എനിക്ക് കിട്ടിയതാണ്. എന്തിനു കിട്ടി? അപ്പം ഞാൻ ചോദിക്കും എന്തിനാ നിങ്ങൾക്ക് കിട്ടിയ? സ്ത്രീധനം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് മാറ്റിയേ പറ്റുള്ളൂ. അതിന് തീരുമാനം എടുക്കേണ്ടത് ആദ്യം പാരൻസാണ്. ഒരു ലേറ്റസ്റ്റ് മലയാളം മൂവിയിൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു സ്ത്രീധനത്തിനെ കുറിച്ച് പറയുന്നത്, ഗോൾഡിനെ കുറിച്ച് പറയുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്തും ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നത് എന്നെ ഒരു നാണക്കേട് തോന്നിയിട്ടുണ്ട്. 1961 ഡവറി പ്രൊഹിബിഷൻ ആക്ട് വരുന്നത്. എന്നിട്ടും അതിന്നും നമ്മളെ ഇങ്ങോട്ട് തെക്കൻ കേരളത്തിലൊക്കെ നിലനിൽക്കുന്നു എന്ന് അറിയുമ്പോൾ തന്നെ നാണക്കേട് തോന്നുന്നുണ്ട്. മിക്ക കേസുകളിലും വന്നിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡ് ഇപ്പോൾ പുരുഷനാണ് എങ്കിൽ അവർ പറയാറുണ്ട്, മാം ആ ഗോൾഡൊക്കെ എനിക്ക് കിട്ടിയതല്ലേ? അതായത് പെണ്ണിൻ്റെ വീട്ടുകാർ പെണ്ണിന് കൊടുത്തിരിക്കുന്ന സ്വർണം എന്ന് പറയുന്നതിൻ്റെ മേലിൽ പുരുഷനാണ് അതിന് അവകാശം എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു സമൂഹം ഇന്നും നിലനിൽക്കുന്നു. അറിവില്ലായ്മ എന്ന് പറയുന്നത് അങ്ങ് ഉച്ചസ്ഥായിൽ നിന്നിട്ട് നാട്ടുനടപ്പിൻ്റെ പേരിലും ബാക്കി എല്ലാത്തിലും പറയണം ആ ഗോൾഡല്ല എനിക്ക് കിട്ടിയതാണ്. എന്തിനു കിട്ടി? അപ്പം ഞാൻ ചോദിക്കും എന്തിനാ നിങ്ങൾക്ക് കിട്ടിയ? അത് കല്യാണ സമയത്ത് അവൻ എനിക്ക് തന്നു. അതിന് എന്തിനു നിങ്ങൾക്ക് തന്നു? അത് അവൾക്കൊരു ജീവിതം കൊടുക്കാൻ. എന്താണ് നിങ്ങൾ കൊടുക്കുന്നത്? ഫുഡോ? അല്ലെങ്കിൽ അവൾക്ക് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? കിടക്കാൻ ഒരു സ്ഥലം കൊടുക്കുന്നതോ വല്ലപ്പോഴും കൊടുക്കുന്ന ഡ്രസ്സോ? എന്താണ് അവൾക്ക് കൊടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് സ്ത്രീധനം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് മാറ്റിയേ പറ്റുള്ളൂ. അതിന് തീരുമാനം എടുക്കേണ്ടത് ആദ്യം പാരൻസാണ്. ഇപ്പം ഞാൻ ഉറപ്പിച്ച് തീരുമാനം എടുത്തിട്ടുണ്ട്, ഞാൻ ഉറപ്പായിട്ടും എൻ്റെ കുട്ടിക്ക് 5 പൈസ കൊടുക്കത്തില്ല. എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അത് അവൾ തന്നെ ഉണ്ടാക്കി അവൾ തന്നെ അവളുടെ കല്യാണത്തിനോ ബാക്കി നമ്മൾ ഗിഫ്റ്റായിട്ട് ചിലപ്പോൾ കൊടുത്തെന്നിരിക്കും. ഞാൻ പറയുന്നതല്ല സ്ത്രീധനം. അതേപോലെ പെൺകുട്ടികളുടെ അടുത്ത് പറയുന്നത്, നിങ്ങൾക്ക് ഇച്ചിരിയെങ്കിലും നാണക്കേട് തോന്നണം വാരി അണിഞ്ഞുകൊണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ ഒരു ജന്മം മുഴുവൻ കഷ്ടപ്പെട്ടത് നിങ്ങൾക്കൊരു ജീവിക്കാൻ വേണ്ടിയിട്ട്, ഒരു പുരുഷൻ അടിയറ വയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വാരി അണിഞ്ഞുകൊണ്ടിരിക്കുന്ന ആഭരണങ്ങൾ ഇടുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഇച്ചിരിയെങ്കിലും ഒരു ഉളുപ്പ് തോന്നണം. നിങ്ങൾ വന്നിട്ട് എനിക്ക് മെഹന്തി പ്രോഗ്രാം വേണം, മറ്റത് പ്രോഗ്രാം വേണം, അത് വേണം എന്ന് പറഞ്ഞിട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റിന് ഇത്ര വേണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കൂ. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വയ്ക്കുമോ? എന്തിനാ പാരൻസിന് ഓവർ ബർഡൻ കൊടുക്കുന്നത്? എൻ്റെ കൂടെയുള്ള ഇപ്പം ഞാനിപ്പം ഒരു അമ്മ ലെവലിൽ നിൽക്കുകയല്ലേ, എൻ്റെ കൂടെയുള്ള എല്ലാവരും ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളടുത്തിന് എന്ത് കെട്ടിക്കണം, മക്കൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അവർക്ക് ജീവിക്കാൻ അറിയില്ല, അവർ ജീവിക്കുന്നുമില്ല. അപ്പോൾ ഈ ഒരു ചിന്തകൾ നിങ്ങളായിട്ട് ഒരു പുതിയ തലമുറ മാറ്റിയെടുക്കൂ. നിങ്ങൾ പറയൂ അമ്മ അത് വേണ്ട, എനിക്ക് കാശുണ്ടാവട്ടെ, ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റിന് 40,000-50,000 രൂപ കൊടുത്ത് ഞാൻ വെച്ചോളാം, ഗോൾഡ് ഞാൻ ബുക്ക് ചെയ്തോളാം, എനിക്ക് ഗോൾഡ് ഇഷ്ടമില്ല, ഞാൻ അല്ലെങ്കിൽ ഗോൾഡ് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞു നോക്കൂ. അവർക്ക് എന്ത് റിലീഫായിരിക്കും എന്നറിയോ? അതല്ലാതെ സാമ്പത്തികമായിട്ട് ഞെരുക്കം വന്നിട്ട് അവരൊരു 50 മോഡൽ അങ്ങോട്ടായിരിക്കുമല്ലോ, എന്തോരം ഞെരുക്കം വന്നിട്ട് അവർ ബുദ്ധിമുട്ട് അവരുടെ ശിഷ്ടകാല വാർദ്ധക്യം എല്ലാം അനുഭവിക്കണം ഈ ഒരു ബാധ്യത എടുത്തു വച്ചിട്ട്. അപ്പോൾ അത് കാരണം സ്ത്രീധനം എന്ന് പറയുന്നത് ഇനിയെങ്കിലും കേൾക്കാതിരിക്കുന്ന ഒരു സംസാരം, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും എത്ര കൊടുക്കും എന്ന് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള ഒരു മനസ്സ്. അതേപോലെ ചെറുക്കൻ്റെ വീട്ടുകാരെടുത്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദയവ് ചെയ്ത് ആ വാക്ക് പറയരുത്. ചിലർ വന്നിട്ട് എന്നോട് പറയും, മാഡം ഞാൻ ഒരു വാക്ക് അവളോട് ചോദിച്ചിട്ടില്ല, അവളെ വീട്ടിൽ നിന്ന് 5 പൈസ ഞാൻ വാങ്ങിച്ചിട്ടില്ല. വലിയ ക്രെഡിറ്റാണ് പറയണേ. ആ സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ്സെൽഫ് റോങ് അല്ലേ? അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാനുള്ള എന്താണ് റൈറ്റ്? ചെറുക്കൻ്റെ വീട്ടുകാർ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വന്നിരിക്കുന്ന സമയത്ത് എൻ്റെ മോൻ 5 പൈസ വാങ്ങിച്ചിട്ടില്ല, ഞങ്ങളാരും ഒന്നും ചോദിച്ചിട്ടില്ല. കാരണം ഞങ്ങളുടെ ഫാമിലിയിൽ അങ്ങനെയാണ്, ഞങ്ങളുടെ ഫാമിലി അങ്ങനെ പെണ്ണിൻ്റെ എന്തെങ്കിലും സ്വത്ത് കൊണ്ട് ജീവിക്കണമെന്നില്ല, ഞങ്ങൾക്ക് ഒരുപാട് സ്വത്തുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. ഇതെന്തുകൊണ്ടോ ഔദാര്യം ചെയ്യുന്ന പോലെയാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ തെറ്റാണ്, അത് സംസാരിക്കാനേ പാടില്ല. സ്ത്രീധനം എന്ന് പറയുന്നത് ഒരു മഹാവിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളെപ്പോലുള്ള കുറേ പേര് പുരോഗമനം എന്ന് പറഞ്ഞിട്ട് നിങ്ങളെപ്പോലുള്ളവർ മാറാത്തിടത്തോളം നമുക്കൊന്നും ചെയ്യാനില്ല.